മലപ്പുറം കൊണ്ടോട്ടിയിൽ കരിഞ്ചന്തയിൽ ഗ്യാസ് വിൽപ്പന. കൊട്ടുക്കര SA ഓട്ടോ LPG പമ്പിലാണ് വിൽപ്പന. 2000 രൂപ നിരക്കിൽ 1000-ലധികം ആളുകൾക്കാണ് ഇന്നലെ സിലിണ്ടർ ഫിൽ ചെയ്ത് നൽകിയത്. നിലവിൽ വാഹനങ്ങൾക്ക് നിറയ്ക്കാൻ മാത്രമാണ് ഇവിടെ അനുമതിയുള്ളത്. ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ജംഷീർ, ഇത് ആളുകൾക്കുള്ള ഒരു സഹായം മാത്രമായി കണ്ടാൽ മതിയോ, അതല്ലാതെ കരിഞ്ചന്തയിൽ വൻ ലാഭത്തിനാണോ ഇത് വിറ്റത്? മലപ്പുറം കൊണ്ടോട്ടിക്കടുത്ത കൊട്ടുക്കരയിലാണ് ഇങ്ങനെ വാഹനങ്ങൾക്ക് നിറയ്ക്കാനുള്ള ഗ്യാസ് പാചകവാതക സിലിണ്ടറിൽ നിറച്ച് നൽകിയത്. 1000-ലധികം സിലിണ്ടറുകൾ ഇങ്ങനെ അവിടെ നിന്ന് വിറ്റുപോയി എന്നാണ് വിവരം. ജംഷീർ കൊടിഞ്ഞിയാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ജംഷീർ, ഇത് സാധാരണ വാഹനങ്ങൾക്ക് ഗ്യാസ് നിറച്ചു കൊടുക്കുന്ന ഒരു കേന്ദ്രമാണല്ലോ. എങ്ങനെയാണ് ഇത്രത്തോളം വലിയൊരു തട്ടിപ്പ് അവിടെ നടത്താൻ, അല്ലെങ്കിൽ വലിയൊരു കൊള്ളലാഭം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചത്? തീർച്ചയായിട്ടും നൗഫൽ, അതായത് നമുക്കറിയാവുന്നതുപോലെ പാചകവാതകത്തിന് വലിയ തരത്തിലുള്ള ക്ഷാമം നേരിടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അത് കണക്കിലെടുത്താണ് ഇത്തരത്തിൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാവുന്ന പോലെ ഇവിടെ വാഹനങ്ങളിൽ LPG നിറച്ച് നൽകുന്ന ഒരു പമ്പാണ് ഇവിടെ ഇത്തരത്തിൽ കുറ്റികളിൽ ഗ്യാസ് സിലിണ്ടറുകളിൽ നിറച്ച് നൽകിയിരുന്നത്. ഇവിടെ 100 കണക്കിന് ആളുകൾ ഇന്ന് രാവിലെയും ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ഇവിടെ സ്റ്റോക്കിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന ബോർഡ് വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും പക്ഷേ ആളുകൾ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ തോന്നുന്നു. ഇപ്പം ഈ ചില ആളുകളൊക്കെ ഇവിടെ തന്നെ തുടരുന്നു. പക്ഷെ അവരാരും തന്നെ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഈ പെട്രോൾ പമ്പിൻ്റെ ഉടമസ്ഥരും തന്നെ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. ആളുകളൊന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം അവർ പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ആ ഒരു ഘട്ടത്തിൽ എങ്ങനെയെങ്കിലും ഇത്തരത്തിൽ ഗ്യാസ് കിട്ടുന്നത് അത് ഇല്ലാതാകരുത് എന്നുള്ളൊരു ആവശ്യമാണ് ആളുകൾ പറയുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഇന്ന് രാവിലെ നമ്മൾ ഇവിടെയുള്ള ആളുകളോട് സംസാരിക്കുമ്പം കോഴിക്കോട് ബാലുശ്ശേരിയിൽ നടക്കം ഇന്ന് പുലർച്ചെ ആളുകൾ ഏതാണ്ട് 4 മണിക്കും 5 മണിക്കൊക്കെ ആളുകൾ ഇവിടെ വന്ന് ക്യൂ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഇവിടെ 100 കണക്കിന് ആളുകൾക്ക് ഇത്തരത്തിൽ ഗ്യാസ് നൽകിയിരുന്നതാണ്. പക്ഷേ ഇന്നും അത്തരത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷയാണ് ആളുകൾ വന്നിരുന്നത്. പല ആളുകളും തിരിച്ചുപോയി. പക്ഷേ ചില ആളുകളൊക്കെ ഇവിടെ തന്നെ തുടരുന്നൊരു സാഹചര്യമുണ്ട്. നിലവിൽ ഇപ്പോൾ ഇവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന ബോർഡ് വെച്ചിരിക്കുകയാണ്. നിലവിൽ ഈ ഗ്യാസ് ഇല്ല, ഫില്ലിംഗ് ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ ഉടമകൾ പറയുന്നത്. നമ്മളോട് സംസാരിക്കാൻ അവരാരും തന്നെ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും വലിയ തുക ഈടാക്കി തന്നെ ആയിരുന്നു ഇവിടെ ഇത്തരത്തിൽ ഗ്യാസ് നിറച്ച് നൽകിയിരുന്നത്. പക്ഷേ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഉപകാരമായിരുന്നു എന്നുള്ളതാണ്. വാണിജ്യാടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ കാർഷിക അടിസ്ഥാനത്തിൽ വീടുകളിൽ നിന്നും അതോടൊപ്പം തന്നെ ഈ കാറ്ററിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടുപോയിരുന്നുള്ള അവരൊക്കെ ഇപ്പോൾ വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും പോലീസ് ഉൾപ്പെടെ എത്തി ഇത് അനധികൃതമാണ്, അതുകൊണ്ട് തന്നെ നിർത്തിവെക്കണമെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള. ഈ വാഹനങ്ങളിൽ നിറയ്ക്കുന്ന ഗ്യാസ് ഇതുപോലെ പാചകവാതകത്തിനായി ഉപയോഗിക്കാൻ അങ്ങനെ അനുമതി ഉണ്ടോ? രണ്ടാമത്തെ കാര്യം, ഇത് ഈ സിലിണ്ടറിലേക്ക് നിറയ്ക്കുന്നത് സുരക്ഷിതമായ സംവിധാനങ്ങളിലൂടെയാണോ? നൗഫൽ, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ അത് കത്തിക്കാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉപയോഗിക്കാം, പാചകത്തിന് ഉപയോഗിക്കാമെന്നാണ് അത് മനസ്സിലാവുന്നത്. പക്ഷേ ഇത് തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ടെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന ഒരു ഔദ്യോഗികമല്ല നമ്മൾ മനസ്സിലാക്കിയത് പ്രകാരം അത് തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ടെന്നാണ്. പക്ഷേ ഇത് വാഹനത്തിൽ ഈ ഇതുപോലെ നമുക്ക് പെട്രോളൊക്കെ അടിക്കുന്നത് പോലെ തന്നെ വാഹനങ്ങളിൽ ഫില്ല് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഇത് വെച്ച് ഇങ്ങനെ ഈ ഗ്യാസ് സിലിണ്ടറുകളിലേക്ക് ഇത് ഫില്ല് ചെയ്യുന്നത് അത് സുരക്ഷാ പ്രശ്നം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ പോലീസ് വന്ന് പറഞ്ഞിട്ടുള്ളത്. സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്, മാത്രമല്ല ഇവിടെ വലിയ തരത്തിൽ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ ഈ വാഹനങ്ങളിൽ എന്ന് പറയുമ്പോൾ 1-2 വാഹനങ്ങൾ വന്ന് അടിക്കുന്നത് പോലെയല്ല, നിറയെ ഗ്യാസ് സിലിണ്ടറുകളുമായി ആളുകൾ വന്ന് നിൽക്കുന്ന കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഇത്തരത്തിൽ ഗ്യാസ് സിലിണ്ടറുകളിലേക്ക് ഇത് നിറക്കുന്നത് സുരക്ഷാ പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോലീസ് ആ സുരക്ഷാ പ്രശ്നം തന്നെയാണ് ഇവരോട് വന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ താൽക്കാലികമായി ഇത് നിർത്തിവെച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവരുമായി ബന്ധപ്പെടുമ്പോൾ അത് സ്റ്റോക്കില്ല, ഗ്യാസ് ഇല്ലാത്തത് കൊണ്ടാണ് നിർത്തിവെച്ചത് എന്നുള്ളതാണ്. ഇവിടെ ബോർഡ് അത്തരത്തിൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നുള്ള ബോർഡ് വെച്ചിട്ടുമുണ്ട്. ആളുകളൊക്കെ സിലിണ്ടറുമായി വാഹനങ്ങളിൽ, കാറുകളിലും ബൈക്കുകളിലൊക്കെ വന്ന് ഈ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് കണ്ടിപ്പോൾ തിരിച്ചു പോകുന്നുണ്ട്. ചില ആളുകൾ ഇവിടെ തുടരുന്നുമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ഇവിടെ ഗ്യാസ് ഫില്ലിംഗ് നടക്കുന്നില്ല. പക്ഷേ ആളുകൾ ചിലരൊക്കെ ഇപ്പോഴും ഇവിടെ തുടരുന്നുണ്ട്. ഒരു പക്ഷേ ഇനി കിട്ടുമെന്ന പ്രതീക്ഷയിൽ തുടരുന്നാകാം എന്നുള്ളതാണ്. ഏതായാലും ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തെ ഇത്
അത് ഈ ഗ്യാസ് ഇല്ലാത്തത് വളരെ ഏറെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കിലോമീറ്ററുകൾക്ക് അപ്പുറം ഇപ്പം ബാലുശ്ശേരിയിൽ നടക്കം ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഗ്യാസ് ഉണ്ടെങ്കിൽ എത്ര വില കൊടുത്താണെങ്കിലും വാങ്ങാം എന്നുള്ളൊരു സന്നദ്ധത ആളുകൾക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അത്രയേറെ ബുദ്ധിമുട്ടിലേക്ക് പോകുന്നു. ഇപ്പം സാധാരണ വീടുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ വിറകടുപ്പുകളും മറ്റുമൊക്കെ ഉപയോഗിച്ച് പാചകം ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഫ്ളാറ്റുകൾ അത്തരത്തിലുള്ള ഇടങ്ങളിലൊക്കെ പക്ഷേ എങ്ങനെയാണ് വിറകടുപ്പ് ഉപയോഗിക്കുക എന്നുള്ളതാണ് ആളുകൾ ചോദിക്കുന്നത്. അവിടെ ഗ്യാസ് മാത്രമേ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉപയോഗങ്ങൾ മാത്രമേ നടക്കൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഈ എവിടെയാണോ ഗ്യാസ് കിട്ടുന്നത് കൂടുതൽ പണം കൊടുത്താണെങ്കിൽ ശരി അവിടേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്നലെ നൂറുകണക്കിന് ആളുകൾ ഇവിടെ വന്ന് ഗ്യാസ് നിറച്ചു പോയത്. ഇന്നും അതിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. നൗഫൽ.